ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കണ്ണൂർ സ്റ്റൈൽ നല്ല നാടൻ ചെമ്മീൻ ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കുറേ ആയല്ലേ ബിരിയാണി റെസിപ്പീസൊക്കെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും വലിയ പെരുന്നാൾ ആവാറായി, ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു കിഡിലൻ റൈസാണ് കേട്ടോ. അപ്പോൾ ചെമ്മീൻ ബിരിയാണി നമ്മൾ ഒരുപാട് ടൈപ്പ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അതായത് ഈ ഒരു തൊലിയൊക്കെ കളഞ്ഞ് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷമുള്ള വെയിറ്റാണ് 1/2 കിലോ എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ളത് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ബിരിയാണിക്ക്. എനിക്കിപ്പോൾ അങ്ങനെ ഓവർ വലുപ്പമുള്ള കിട്ടില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തോ അടിഭാഗത്തോ ഒരു ത്രെഡ് പോലത്തെ സംഭവമില്ല, അത് വലിച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ വേറെ വേറെ കാര്യങ്ങളൊക്കെ വരും, എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചെറിയൊരു മസാല കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഇനിയിപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണും പിന്നെ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എരിവുള്ളത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, രണ്ടും കൂടി 1 ടീസ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ ചെമ്മീൻ്റെ എല്ലാ സൈഡിലേക്കും മസാല പിടിച്ചോട്ടെ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡ്രൈ ആയിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 1-2 സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കണം, അത് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ഇതുപോലെ ഞാൻ മിക്സ് ആക്കിയിട്ട് ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. എങ്കിലും നന്നായിട്ട് ചെമ്മീനിൽ മസാല പിടിച്ച് കിട്ടിക്കോളൂ. ഇപ്പോൾ ഏതാണ്ട് 1/2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മസാല റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഇതാ ഞാനൊരു വലിയ പാന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാനിൽ തന്നെയാണ് കേട്ടോ ഞാൻ റൈസൊക്കെ വെന്തതിന് ദമ്മിടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ പാത്രം വെച്ചതിന് പിന്നെ ഇടയ്ക്കിടെ നമുക്ക് പാന് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഒരു വലിയ സ്പൂണിൽ നെയ്യില്ല, നമ്മുടെ RKGയോ മിൽമ നെയ്യോ അങ്ങനത്തെ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ മസാല റെഡിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം കേട്ടോ എന്തിനാ ഇത്ര വലിയ പാനിലൊക്കെ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ സവാള കാര്യങ്ങളൊക്കെ വഴറ്റുമ്പോൾ അതിനനുസരിച്ച് ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ചെയ്യുന്നത്. അല്ലാതെ വേറെ പാത്രം എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റൊക്കെ മൊത്തത്തിൽ അങ്ങനെ അങ്ങ് പോയി പോകും. അപ്പോൾ ഇതാ നല്ലപോലെ എണ്ണയിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ ചെമ്മീനൊന്ന് പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, എല്ലാ സൈഡിലെത്തുന്ന രീതിയിൽ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇത് കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ കണ്ടില്ലേ, നമ്മൾ ചെമ്മീനിൽ അങ്ങനെ വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ, പക്ഷേ ഇത് അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഞെരിടിട്ടിട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ഫ്ലേവർ ഉണ്ടാവും ഇത് ഫ്രൈ ആയി വരുന്ന സമയത്ത്. എന്നിട്ട് നല്ലപോലെ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് വേണം കേട്ടോ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇതെല്ലാം എനിക്ക് അറിയുന്നതന്നെയല്ലേ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊന്ന് ഫ്രൈ ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ ചെമ്മീൻ കണ്ടില്ല അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു പാനിൽ കോരി ഇനിയിപ്പോൾ ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ 4 നല്ല വലുപ്പമുള്ള സവാള നോക്കിയിട്ട് നേരതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ മസാലയിലേക്ക് എപ്പോഴും സവാള കട്ട് ചെയ്യുന്ന സമയത്ത് നേരതായിട്ട് തന്നെ കട്ട് ചെയ്യണം, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മസാല വാടിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വേണ്ട, നമ്മൾ ഓൾറെഡി ചെമ്മീനിൽ ഇട്ടതാണല്ലോ, അതുകൊണ്ട് തന്നെ. എന്നിട്ട് നല്ലപോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. സവാള നിങ്ങൾ ഏത് ടൈപ്പ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക മസാലയ്ക്ക് സവാള അത്യാവശ്യം നല്ലപോലെ വാടി ഉടയണം കേട്ടോ, എങ്കിലേ അത് കഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇത് നമ്മുടെ സവാള കണ്ടില്ല അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്, ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ മുളക് പൊടി ചേർത്തതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചിയും ഏകദേശം ഒരു 10 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളൂ. എല്ലാം കൂടി ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ആ ഒരു പച്ച ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ചെമ്മീൻ മസാല ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചിക്കനിലും ബീഫിലും ചേർക്കുന്ന പോലെ ഇങ്ങനത്തെ പച്ച മസാലകൾ കൂടുതൽ ചേർക്കരുത് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല, വല്ലാതൊരു കുത്തലുണ്ടാവും. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെ
കുറച്ച് ഇടുമ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടുകയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞ് സോഫ്റ്റായി കിട്ടണം. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് ഒന്നങ്ങ് ഉടച്ച് കൊടുക്കും, മൊത്തത്തിൽ ഉടഞ്ഞ് കിട്ടും. ഇതുപോലെ തന്നെ എല്ലാം കൂടി വാടി കണ്ടില്ല, ഇങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ചെമ്മീനില്ല, അത് മൊത്തത്തിൽ ആ ഒരു മസാലയോട് കൂടി ആ ഒരു നെയ്യോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ടേസ്റ്റ് മൊത്തത്തിൽ പോകും. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു കൈപ്പിടി നിറയെ മല്ലിയില എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാത്രമേ പുതിനയില എടുത്തിട്ടുള്ളൂ കേട്ടോ, ഓവറാവണ്ട, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അത് ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പിന്നീട് ഇട്ട് കൊടുക്കണേ, നിങ്ങൾ നോക്കിയിട്ട്. കാരണം ഓരോ വീട്ടിലുള്ള പൊടികളും ഗരം മസാല ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും ഫ്ലേവർ, അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ 1 ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അത് പുളി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാലയുടെ പരിപാടി ഏതാണ്ട് റെഡിയായി കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചെമ്മീൻ മസാലയിൽ വേറെ ഒരു പൊടികളും ചേർക്കരുത് കേട്ടോ. നമ്മൾ ഗരം മസാല മാത്രമേ ലാസ്റ്റ് ചേർക്കാൻ പാടുള്ളൂ, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം മീനല്ലേ, അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കും. അങ്ങനെ മസാലയുടെ പരിപാടി കഴിഞ്ഞ് ലാസ്റ്റിന് ചെക്ക് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് ഉപ്പും കൂടി ഞാൻ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെക്കുക കേട്ടോ. നമ്മുടെ ചെമ്മീനും സവാള കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് ജോയിൻ്റ് ആയിക്കോട്ടെ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അങ്ങ് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ ഇതാ ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് നമുക്കതിലേക്ക് നെയ്ച്ചോറ് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഇതൊരു 4 സ്പൂണോളം ഓയിലോ വെളിച്ചെണ്ണ എന്താണോ ഇഷ്ടമുള്ളത് ഒഴിച്ച് കൊടുക്കട്ടെ, നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് 2 സ്പൂണ് നെയ്യാണ്, RKGയോ മിൽമ നെയ്യോ അങ്ങനത്തെ ഏതെങ്കിലും എടുക്കുക. നെയ്യ് നിർബന്ധമാണ് കേട്ടോ. ഇനിയിപ്പോൾ നെയ്യൊക്കെ നല്ലപോലെ ചൂടായതിന് ശേഷം ഞാനൊരു സവാള ഇതുപോലെ നേരതായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ദം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് സവാള ഇടുമല്ലോ മുകളിൽ, അതിന് വേണ്ടിയിട്ടുള്ള സവാള ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു നെയ്യിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചോറിലും കൂടി അതിൻ്റെ ഫ്ലേവർ കിട്ടും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതെല്ലാം പിന്നെ ഞാൻ എല്ലാ ബിരിയാണി റെസിപ്പീസിനും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മൊത്തത്തിൽ ഫ്രൈ ആക്കി എടുക്കട്ടെ. ഇനിയിപ്പോൾ സെയിം എണ്ണയിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരണം. അങ്ങനെ നമ്മുടെ ഉള്ളി ഫ്രൈ ചെയ്തത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ റെഡിയായി. ഉള്ളി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കൈ കൊണ്ടൊന്നിങ്ങനെ കുടഞ്ഞു കൊടുക്കണം, എങ്കിലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ല, ഇപ്പോൾ നല്ല ഭംഗിയുള്ള കളറായിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കട്ടെ. ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് ഇനി ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു സെയിം എണ്ണയിലേക്ക് ഒരു 4-5 ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു 1-2 പീസ് അങ്ങനെ പട്ടയും ഒരു 3-4 ഏലക്കായോ പിന്നെന്താണ് ബേ ലീഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തർ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ 4 കപ്പ് അരിയാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് 8 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. 1-ന് 2 കപ്പ് എന്നുള്ള രീതിക്ക് പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നെയ്ച്ചോറ് വെക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളത്തിൽ ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കുന്ന രീതിക്ക് ഉപ്പിടുക കേട്ടോ, എങ്കിലേ റൈസ് വെന്ത് വരുന്ന സമയത്ത് അത് ബാലൻസ് ആവുള്ളൂ. പിന്നെ വേണ്ടത് ഒരു ചെറിയ ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് വെള്ളമൊന്ന് നല്ലപോലെ അങ്ങ് തിളച്ച് വരട്ടെ. അപ്പോൾ ഇനി നമുക്ക് വെള്ളം അവിടെ നിന്ന് തിളക്കുന്ന സമയം കൊണ്ട് അരിയൊക്കെ കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതാ ഈ ഒരു ബൗളിലേക്ക് 4 കപ്പ് അളവിൽ അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അറിയാമല്ലോ, നമ്മൾ തലശ്ശേരി കണ്ണൂർ ബിരിയാണി എപ്പോഴും വെക്കുക ജീരകശാല അരി കൊണ്ട്, ജീരകശാല അല്ലെങ്കിൽ കൈമ റൈസ് കൊണ്ടാണ് കേട്ടോ വെക്കുക. അപ്പോൾ ഇതാ ഇനി ഞാനിത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ നമ്മുടെ വെള്ളമില്ല അത്യാവശ്യം നല്ലപോലെ ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 4 കപ്പ് അരി എടുത്തത് കൊണ്ടാണ് കേട്ടോ 8 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. 1-ന് 2 കപ്പ് എന്നുള്ള രീതിക്കാണ് ഞാൻ എടുത്തിട്ടുള്ള അരിൻ്റെ വെള്ളത്തിൻ്റെ അളവ്. ചില അരി എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും കേട്ടോ. അത് നിങ്ങൾ വീട്ടിൽ എപ്പോഴും വാങ്ങുന്നതാകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, നോക്കിയിട്ട് എടുക്കണേ. ചിലതിന് 1-ന് 1.5 കപ്പേ വേണ്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഉപ്പ് നോക്കുക, ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെള്ളം ഒന്ന് വറ്റുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ.
അപ്പോൾ കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ ഇതാണ് കേട്ടോ അവസ്ഥ. വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, അരിയും വെള്ളമൊക്കെ ഒന്ന് ബാലൻസായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക കേട്ടോ. ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വെള്ളം ഓവർ വറ്റി അങ്ങ് ഡ്രൈ ആവാൻ വേണ്ടി നിൽക്കരുത്, ഫ്ലെയിം കുറക്കാൻ. കാരണം എന്താ വെച്ചാൽ പിന്നെ ബാക്കി അരി വേവില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ചൊന്ന് മുകളിലൊന്ന് നനവുള്ള രീതിക്ക് തന്നെ വെള്ളം വേണം, എങ്കിലേ അടിഭാഗം മൊത്തത്തിൽ അങ്ങ് വെന്തു വരുള്ളൂ. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ, അരി ഇങ്ങനെ മുകൾ ഭാഗം എപ്പോൾ ഇതുപോലെ അരി ടൈറ്റ് ചെയ്ത് കൊടുക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് വേവില്ല കേട്ടോ. ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ തിങ്ങി നിൽക്കുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് അങ്ങ് വെന്ത് വന്നോളൂ. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അരി മൊത്തത്തിലൊന്ന് വേവുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് റെഡിയായി മൊത്തത്തിലായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് ഒന്നുമില്ല കേട്ടോ, ചോറൊന്നും കുഴഞ്ഞു പോയിട്ടില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടോടെ തന്നെ ദം ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം അവിടെ കുറച്ച് വെക്കുക. എന്നിട്ട് ചൂടോടെ തന്നെ ദം ചെയ്യുക. നമ്മുടെ മസാലയ്ക്കും ചൂട് വേണം, ചോറിനും ഒരേ ചൂടുണ്ടെങ്കിൽ പെട്ടെന്ന് ദമ്മായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചോറ് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കിട്ട് ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് കേട്ടോ ദം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ വെച്ചിട്ടുള്ള ചോറിൻ്റെ നേരെ പകുതി ഫസ്റ്റ് ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് പാലിൽ മഞ്ഞൾ കലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എത്ര വേണമെന്നുള്ളത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് ഗരം മസാല പൊടി ഇതുപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സെയിം സ്റ്റെപ്പ് തന്നെ അടുത്ത ലെയറിലും ചെയ്യുക കേട്ടോ. ബാക്കിയുള്ള റൈസ് മൊത്തത്തിലായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ചെയ്ത പോലെ തന്നെ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും മല്ലിയിലയും ഗരം മസാലയും യെല്ലോ കളറും ഒക്കെ കൂടി അങ്ങനെ അങ്ങ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ലെയറും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് നെയ്യില്ല നമ്മുടെ RKG, അത് ഞാൻ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മതി. ദം ചെയ്ത് പൊളിക്കുന്ന സമയത്ത് നല്ല മണം ഉണ്ടാവും, നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല. അങ്ങനെ നമുക്കിനി ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ദമ്മായി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ആവി വരണം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം തുറക്കുക കേട്ടോ. അതിൽ കൂടുതൽ വെച്ചാൽ അത്രയും നല്ലത്. പക്ഷേ ഫ്ലെയിം ഓഫ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഏകദേശം മണിക്കൂറൊക്കെ ആയതിനു ശേഷമാണ് ഞാൻ ദമ്മ വിളിക്കുന്നത്. കണ്ടില്ല, ആവി പറക്കുന്നുണ്ട്, നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ ദമ്മ പൊട്ടിക്കുന്ന സമയത്ത്. അപ്പോൾ അറിയാമല്ലോ, നമ്മുടെ കണ്ണൂർ തലശ്ശേരി ബിരിയാണി എന്ന് പറയുന്നത് റൈസ് സെപ്പറേറ്റ് ആയിട്ടല്ലേ മിക്സ് ചെയ്യുക. അപ്പോൾ റൈസിനെ മാത്രമേ നമ്മൾ നേരത്തെ നെയ്ച്ചോറ് വെച്ചിട്ടില്ല ആ ഒരു പാനില്ല, അത് കഴുകൊന്നും വേണ്ട കേട്ടോ. അതിൽ തന്നെ ഇട്ടിച്ചൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. അല്ലാതെ ഒക്കെ കൂടി അങ്ങനെ മിക്സ് ആക്കാറില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ സെർവ് ചെയ്യുക. പക്ഷേ ചിലവർക്ക് ധാരണയുണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയോ എന്നുള്ളത്. ഒരിക്കലും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ മിക്സ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, ഈ ഒരു ഗ്രേവി കളറ് വന്നിട്ടുള്ള ആ ഒരു ചോറ് അതൊക്കെ കൂടി മിക്സ് ആക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങനെ അങ്ങ് ടേസ്റ്റ് ആയിക്കോളും കേട്ടോ. അത് നിങ്ങൾ വിചാരിക്കേണ്ട ടേസ്റ്റ് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇതങ്ങനെ ചോറ് മൊത്തം ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല പൂ പോലത്തെ ചോറ് എന്നെല്ലാം പറയുമല്ലോ, അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. റൈസ് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നമുക്കൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം. അറിയാമല്ലോ നമ്മുടെ തലശ്ശേരി കണ്ണൂർ ബിരിയാണി എങ്ങനെ സെർവ് ചെയ്യുന്നത്. ആദ്യം അടിയിൽ മൊത്തത്തിൽ മസാല ഇട്ട് കൊടുക്കും. ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്യുമ്പോൾ കുറച്ച് മസാല ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ട് ചോറും കൂടി സെർവ് ചെയ്ത് കൊടുക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ അല്ലെങ്കിൽ തലശ്ശേരി സ്റ്റൈൽ ചെമ്മീൻ ബിരിയാണി. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. ഒരു നാടൻ സ്റ്റൈല്. പല രീതിക്കും നമ്മൾ വേറെ വേറെ ആയിട്ട് ബിരിയാണികൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതിൽ ഒരു ബിരിയാണി ടൈപ്പാണ് കേട്ടോ ഇത്. ബാക്കിയുള്ളത് ഞാൻ വഴിയെ കാണിക്കാം. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. അപ്പോൾ ഇപ്രാവശ്യത്തെ വലിയ പെരുന്നാൾക്ക് എന്തായാലും നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ ചെമ്മീൻ ബിരിയാണി തന്നെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്